ലഭിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പുതിയ വിവരം. PV അൻവർ ജയിലിലേക്ക് എന്നത് തന്നെയാണ് ഏറ്റവും പുതിയ വിവരമായി പ്രേക്ഷകരിലേക്ക് പങ്കുവെക്കാനുള്ളത്. ഇടതുപക്ഷത്തിന്റെ കുന്തമുനിയായിരുന്ന, സൈബർ പോരാളിയായിരുന്ന, ഇടതുപക്ഷത്തിന്റെ ജിഹ്വയായി പ്രവർത്തിച്ച, നാവായി പ്രവർത്തിച്ച, ഇടതുമുന്നണിക്ക് വേണ്ടി പ്രവർത്തിച്ച, മുഖ്യമന്ത്രി അടക്കം പിന്തുണച്ചിരുന്ന PV അൻവർ അതേ പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ പൊതുമുതൽ നശിപ്പിച്ച കുറ്റത്തിന് ഇതാ ജയിലിലേക്ക് എന്നതാണ് ഏറ്റവും പുതിയ വാർത്തയായി പുറത്തു വരുന്നത്. PV അൻവറിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമ്പോൾ PV അൻവറിന് ജാമ്യം അനുവദിക്കാൻ മജിസ്ട്രേറ്റ് തയ്യാറായില്ല. PV അൻവർ ജയിലിലേക്ക് തന്നെ പോകുന്ന സാഹചര്യം ആണ് ഇപ്പോൾ ഉള്ളത്. അൻവർ ജയിലിലേക്ക്, PV അൻവർ റിമാൻഡിലായിരിക്കുന്നു എന്നുള്ളതാണ്. DFO ഓഫീസിലേക്ക് നടത്തിയ മാർച്ച്, ആ മാർച്ച് അക്രമാസക്തമാകുന്ന സാഹചര്യമുണ്ടാകുന്നു. പൂട്ടുപൊളിച്ച് പ്രവർത്തകർ അകത്ത് കയറി മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. 11 പ്രതികളാണ് ഈ സംഭവത്തിലുള്ളത്. അതിലൊന്നാം പ്രതിയായിട്ടാണ് PV അൻവർ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതാ ആ FIR അടക്കമാണ്, ആ FIRൽ അടക്കമാണ് ഇപ്പോൾ PV അൻവർ പ്രതിയായി നിൽക്കുന്നത്. ഇപ്പോൾ PV അൻവറിന് ജാമ്യമില്ല. താനൊരു നിയമസഭാ സാമാജികനാണ്, അസ്വാഭാവികതയുണ്ട് തന്റെ അറസ്റ്റിലെന്നടക്കം PV അൻവർ പറയുമ്പോൾ കോടതി PV അൻവറിന് ജാമ്യം അനുവദിക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും പുതിയ വിവരം. ഇപ്പോൾ അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, അൻവർ ജയിലിലേക്ക് ഒരു പക്ഷെ നാളെ തന്നെ ജാമ്യാപേക്ഷ നൽകിയേക്കാം, എങ്കിൽ പോലും ഒരു രാത്രിയെങ്കിലും അൻവർ ജയിലിലേക്ക് എന്നതാണല്ലോ ഇപ്പോഴത്തെ സാഹചര്യം. അഭിലാഷ്, അല്പസമയത്തിനകം തന്നെ അൻവറിനെ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുമെന്നാണ് നമുക്ക് അറിയാനാകുന്നത്. അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചിട്ടുണ്ട് എന്ന പ്രധാനപ്പെട്ട വിവരവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കൃത്യമായിട്ടും അദ്ദേഹത്തിൻ്റെ നടപടികൾ, അദ്ദേഹത്തെ ഏത് ജയിലിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. അല്പസമയത്തിനകം അദ്ദേഹത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരും. എന്നാണെങ്കിലും 14 ദിവസത്തേക്കാണ് സ്വാഭാവികമായിട്ടും കോടതിയുടെ ഭാഗത്തു നിന്നുള്ള റിമാൻഡ് ഉണ്ടാവുക. ഇനി അദ്ദേഹം അടക്കമുള്ള പ്രവർത്തകരെ, അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന് 4 പേർ കൂടി ഒപ്പമുണ്ട്, അവരെ ഏത് ജയിലിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് അറിയാനുള്ളത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവരും. അഭിലാഷ്. PV അൻവറിന് ജാമ്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത്. PV അൻവർ റിമാൻഡിൽ എന്നതാണ് പുതിയ വിവരം. അൻവറിനെ ഇപ്പോൾ തന്നെ പോലീസിന് കൈമാറുന്നു. പോലീസ് അടുത്ത നടപടികളിലേക്ക് പോകുന്നു. ഒരുപക്ഷെ നാളെ തന്നെ കോടതി അൻവർ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടാകും. എന്തായാലും ഇപ്പോൾ PV അൻവർ ജയിലിലേക്ക് എന്നതാണ് നിലവിലെ സാഹചര്യം. നിലമ്പൂരിലെ DFO ഓഫീസിന് നേരെ നടത്തിയ അക്രമ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് തകർത്തു എന്ന കേസിൽ ആണ് PV അൻവറിനെ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. എത്ര ദിവസത്തേക്ക് എന്നതിലടക്കം നമുക്ക് ഇപ്പോൾ തന്നെ വ്യക്തത കൈവരും. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് തകർത്തതിൽ ആണ് PV അൻവർ MLA പോലീസ് അറസ്റ്റ് ചെയ്തത്. കൃത്യനിർവഹണം തടയൽ, പൊതുമുതൽ നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ആയിരുന്നു ചുമത്തിയിരുന്നത്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് PV അൻവറെ അറസ്റ്റ് ചെയ്തത്. അതിന് പിന്നാലെ ആണ് ഇപ്പോൾ PV അൻവറിന് ജാമ്യം നിഷേധിക്കപ്പെടുന്നത്. PV അൻവർ റിമാൻഡിലായിരിക്കുന്നു. നാളെ ജാമ്യാപേക്ഷ നൽകും എന്നാണ് PV അൻവറിന്റെ കേന്ദ്രങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. PV അൻവർ റിമാൻഡിൽ എന്നതാണ് ഏറ്റവും പുതിയ വിവരം. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് തകർത്ത കേസിൽ ആണ് PV അൻവർ റിമാൻഡിലായിട്ടുള്ളത്. ആദിവാസി യുവാവ് മണിയുടെ മരണവുമായി ബന്ധപ്പെട്ട ആനയുടെ ആക്രമണത്തിലാണ് മണി കൊല്ലപ്പെട്ടത്. വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന PV അൻവർ ഉൾപ്പെടെ അൻവറിന്റെ അനുഭാവികൾ അടക്കം വലിയ പ്രതിഷേധമാണ് നടത്തിയത്. ഇതിനിടെയായിരുന്നു DFO ഓഫീസിലേക്ക് പ്രതിഷേധം നടത്തിയത്. ആ പ്രതിഷേധക്കാർ ആണ് DFO ഓഫീസിന്റെ പൂട്ട് തല്ലിപ്പൊളിക്കുകയും അകത്ത് പ്രവേശിക്കുകയും മുദ്രാവാക്യം മുഴക്കുകയും ഒക്കെ ചെയ്തത്. അങ്ങനെ PV അൻവറിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രവൃത്തിക്ക് എതിരെ ആണ് കേസ് ഉണ്ടായത്. ആ കേസിലെ 1-ാം പ്രതി, 11 പ്രതികളുള്ള കേസിലെ 1-ാം പ്രതിയായ PV അൻവർ, മറ്റു 4 പേരും ഒപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ട പശ്ചാത്തലം ഉണ്ട്. ഇവർക്കെല്ലാവർക്കും തന്നെ ജാമ്യം നിഷേധിക്കപ്പെട്ടോ എന്നതിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. അങ്ങനെ ആയിരിക്കണം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കൃത്യമായ വകുപ്പുകൾ തന്നെയാണ് ചുമത്തിയിട്ടുള്ളത്. ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. കൃത്യനിർവഹണം തടയൽ, പൊതുമുതൽ
നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ആണ് ചുമത്തിയിരുന്നത്. അതിനുശേഷം ഈ വകുപ്പുകൾ ചുമത്തിയ ശേഷം അൻവറെ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കി. ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷമായിരുന്നു അല്പസമയം മുമ്പ് മജിസ്ട്രേറ്റിന് മുന്നിലും എത്തിച്ചത്. എന്നാൽ മജിസ്ട്രേറ്റ് ഇപ്പോൾ ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യം ആണുള്ളത്. അങ്ങനെ PV അൻവർ റിമാൻഡിലായിരിക്കുന്നു. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് തകർത്ത സംഭവത്തിൽ PV അൻവറെ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. CV അനുമോദ്, വ്യക്തത കൈവരുന്നുണ്ടോ? എത്ര ദിവസത്തേക്ക്? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, അദ്ദേഹം അടക്കമുള്ള പ്രവർത്തകർക്ക് ജാമ്യം ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് പോലീസിൽ നിന്നും ഇപ്പോൾ ഇവിടെ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ള വിവരം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തെ എവിടേക്കായിരിക്കും കൊണ്ടുപോവുക എന്നുള്ളതാണ്. നേരത്തെ മഞ്ചേരി സബ് ജയിലിലേക്ക്, അതുപോലെ തന്നെ അല്ലെങ്കിൽ തവനൂർ ജില്ലാ സെൻട്രൽ ജയിലിലേക്ക്, അല്ലെങ്കിൽ പെരിന്തൽമണ്ണ ജില്ലാ ജയിലിലേക്ക്, അങ്ങനെ 3-4 ജയിലുകളാണ് ഉണ്ടാവുക. അതിൽ എവിടേക്കായിരിക്കും അദ്ദേഹത്തെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അദ്ദേഹത്തെയും മറ്റുള്ളവരെയും ഒരേ ജയിലിലേക്ക് തന്നെ കൊണ്ടുപോകുമെന്നുള്ളതും കണ്ടറിയേണ്ടതുണ്ട്. അതുപോലെ ജാമ്യം നിഷേധിക്കുന്നതിന് എന്തെല്ലാം കാര്യങ്ങളാണ് കോടതി പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. അല്പസമയം കൂടി നമുക്ക് ഇവിടെ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇവിടെ ഇപ്പോൾ ഈ DMK-യുടെ പ്രവർത്തകർ ഇപ്പോൾ തന്നെ വൈകാരികമായിട്ട് പ്രതികരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ കോടതി പരിസരം ഉള്ളത്. അൻവർ പുറത്തിറങ്ങി അദ്ദേഹത്തെ കണ്ടതിന് ശേഷം മാത്രമേ ഈ സാഹചര്യങ്ങൾ പൂർണ്ണമായിട്ടും എങ്ങനെ ആയിരിക്കും മാറുക എന്ന് നമുക്ക് പറയാനാവുകയുള്ളൂ. നമ്മൾ നിൽക്കുന്നതിന് പരിസരത്ത് പോലും നിറയെ DMK പ്രവർത്തകരാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരൊക്കെ തന്നെ വളരെ വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അൻവറിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. അൻവർ ഈ കോടതിയിൽ നിന്നും പുറത്തിറങ്ങുന്ന അൻവർ എന്ത് പറയുമെന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിട്ടില്ല എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. 14 ദിവസത്തേക്കാണ് സാധാരണ കോടതി റിമാൻഡ് ചെയ്യുക. പക്ഷേ അത് സാധാരണ നടപടിക്രമമാണ്. അദ്ദേഹം അടുത്ത ദിവസം തന്നെ വീണ്ടും കോടതിയിൽ ഹാജരാക്കി അല്ലെങ്കിൽ കോടതിയിൽ ജാമ്യത്തിന് ശ്രമിക്കുമെന്നുള്ളതും സാധാരണ ഏത് കേസിലും എന്നതുപോലെ നടപടിക്രമം തന്നെയാണ്. ഇനി എന്തെല്ലാം കാര്യങ്ങൾ കോടതി നിരീക്ഷിച്ചു എന്നുള്ളതാണ് ഇതിൽ നമുക്ക് അറിയാനുള്ളത്.